പുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ പ്രിയപ്പെട്ട ഓഡിയൻസിനെ ഈ ഷോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം നമ്മുടെ പ്രിയപ്പെട്ട ആ രണ്ട് താരങ്ങളെയും ഉല്ലാസ് പന്തളം ആൻഡ് സുധി കൊല്ലം. അപ്പൊ രണ്ടുപേർക്കും നമസ്കാരം. നമസ്കാരം. എന്തുണ്ട് വിശേഷം? സുഖം. പുതുതായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു മാജിക് കാണിച്ചാലോ? എന്റെ പൊന്നുല്ലാസ് ചേട്ടാ, കഴിഞ്ഞ ദിവസം ഒരു മാജിക് കാണിച്ചതിന്റെ ക്ഷീണം ഞങ്ങൾക്ക് ഇതുവരെ മാറിയിട്ടില്ല. വെളിയിലിറങ്ങി നടക്കാൻ വയ്യ ഇപ്പൊ എല്ലാവരും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് പോവല്ലേ വേഗം? ആയിക്കോട്ടെ. ആയിക്കോട്ടെ. ആ വഴി അങ്ങ് പോവരുത്, ആ കസേരയിൽ കാണണം. അവിടെ നിന്ന് ചെയ്യാതെ നമുക്ക് അങ്ങ് പോകാം. ശരി. നമ്മളെ ചിരിപ്പിക്കാൻ വേണ്ടി വേദിയിലേക്ക് എത്താൻ പോകുന്നു സ്കിറ്റുമായി കോമഡി കിങ്സ്. രക്ഷിക്കണേ, നല്ല രീതിയിൽ നല്ല കച്ചവടം നടത്തി ഇന്നെങ്കിലും എന്നെ കൊണ്ട് ഇന്നത് രക്ഷപ്പെടുത്തണേ. എല്ലാം പൊളിഞ്ഞ് നാശമായി. ഇപ്പോൾ റോഡിൻ്റെ സൈഡിൽ ചെറിയൊരു തട്ടായി. ഇതോടുകൂടി ഞാൻ രക്ഷപ്പെടണേ അമ്മേ ദേവി. ഓ, നല്ലൊരു കണി പ്രതീക്ഷ വന്നിരിക്കണം. നല്ലൊരു കെണി. ഇതൊക്കെ എവിടെ നിന്നാ രാവിലെ കയറി വരണം? വാ, നിങ്ങളെന്താണ് എന്തെങ്കിലും താണ പോടാ. ഇന്നൊന്നുമില്ല, പോ. നാളെ തരാം, പോ. പിന്നെ തരാം, പോ. അണ്ണാ ഇന്ന് തരാം, നാളെ തരാം, നാളെ തരാം എന്ന് പറഞ്ഞ് 10-25,000 രൂപയായി നിങ്ങളെ കണക്കില്. എന്റെ ഡെയിലി കളക്ഷനാണ് പോണത്. എന്റെ ഡെയിലി കളക്ഷൻ ഇതൊക്കെ എവിടെ നിന്നാ രാവിലെ കയറി വരണത്? നല്ല തൻ്റെ തടി കൊണ്ടല്ലോ കടയിൽ നിന്ന് 10-600 ശമ്പളം ഞാൻ തരാം. 600 രൂപയ്ക്ക് 600 രൂപയ്ക്ക് അണ്ണാ 3 നേരം ഫുഡ് 1000 രൂപ ശമ്പളം. വൈകുന്നേരം ആകുമ്പോൾ ഒരു പൈൻ്റ് എടുത്ത് വെച്ച് അടിക്കാൻ പറഞ്ഞ എന്തിനു ജോലിടാ? ഇതൊക്കെ തന്നെ അമ്മാ. പറ്റൊന്നുമില്ല. പരിശുദ്ധം പരിപാലനം എന്റെ കടയുടെ ഫ്രണ്ട് കിടക്കാൻ പറ്റില്ല. മാറിയില്ലേ? പരിശുദ്ധം ഞാൻ ഇവിടെ റോഡ് നിങ്ങളെ ഇവിടെ കിടക്കാൻ പറ്റില്ല. റോഡ് കൂടെ നിങ്ങൾ തറവാടൊന്നുമില്ല. ഞാൻ ഇവിടെ കിടക്കും. മേഘപോലെ വന്ന് കിടക്കുകയും ചെയ്യും, കച്ചവടം നടക്കുകയില്ല. ആട് ചില്ലറ ശബ്ദം ഉണ്ടാക്കിയിട്ട് മനുഷ്യനെ ഉറക്കം കൊള്ളണം. ആട് ഇത്രയ്ക്ക് ദാരിദ്ര്യോടോ? നീയൊക്കെ തന്നെ ഇവനെയൊക്കെ പ്രോത്സാഹിപ്പിക്കണത്. ഒരു പണിയില്ല കൊണ്ടുവരും. കുഴപ്പം ബോർഡ് വെച്ച് കിടന്നാല് അതിന്റെ ഒരു ഇനി ഒരുത്തൻ ചോദിക്കും. ആ കൊള്ളാം. ചില്ലറ കാശ് പാത്രത്തിലിട്ട് ശല്യപ്പെടുത്തും. നോട്ട് മതി. ഓ, എവിടെ ഉണ്ട്? ഇല്ലടാ, എൻ്റെ കടല അവിടെ. ഞാൻ വരും. ഓ, എൻ്റെ കട എവിടെ? നടയി നാരങ്ങളുണ്ടോ? ഉണ്ടടാ. ഒന്നെടുത്ത് രണ്ടാമത്തെ നിലയിൽ കൊണ്ടു. കാരണം ഒരു പാക്കറ്റ് സിമെന്റ് എടുത്തത് അതിനുള്ള പണി മതിയെന്ന്. ഞാൻ ഇന്ന് ലേറ്റാവും. ഓ, കുഴപ്പമില്ല. വിഷയല്ലടാ, ഒന്നും വിഷയമുള്ള കേസുകളല്ല. എന്ത് നാരങ്ങളോ? ആർക്ക്? നീ ചോദിച്ച? ഞാൻ ചോദിച്ചില്ലല്ലോ. നാരങ്ങളുണ്ടോ ചോദിച്ചു? അതിന്റെ ഇടയ്ക്ക് അടിച്ചാണ് ഫോൺ ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ഇതൊക്കെ എവിടത്തെ കഷ്ടങ്ങൾ കളിയുന്നില്ല. പഞ്ചായത്തത് കിടക്കാച്ചി പഞ്ചായത്ത് സൂപ്പർ നാരങ്ങളുണ്ട്. എനിക്ക് ഷുഗറിന്റെ അസുഖമാണ്. ഉപ്പിട്ട നാരങ്ങളുള്ള എനിക്ക് ആവശ്യം. കൊണ്ടുപോകാൻ അങ്ങോട്ട്. അപ്പൊ ഇതെന്തറിയിട്ട് ഉണ്ട് എവിടെയെങ്കിലും അങ്ങോട്ട്. അല്ലെങ്കിൽ പിന്നെ വിളിക്കാം. ഇവിടെ ഇരുന്നിട്ടാണ് ഈ സാധനം. ഇവിടെ ഇരുന്നിട്ടാണ് പെപ്സി ഉണ്ട്. പൊട്ടിക്കണ്ട. പിന്നല്ലാതെ പൊട്ടി 10 രൂപ നാരങ്ങളെ ഞാൻ കളയോടാ. ഇതൊക്കെ ഇവിടെ വെച്ചിട്ടാണ്. എന്നാ കൂടി ഇത് വേണ്ട. ഇത് സോനപ്പം വേണം. 70 പിടി. കുടി ഇളയ ഇത് അത് വേണോ? ഇന്ന് പൊളിക്കും ഞാൻ രാവിലെ. കുടി. എനിക്ക് വേണ്ട. പിന്നെ എനിക്ക് വേണ്ട. പിന്നെ എല്ലാം പൊട്ടിക്കാൻ പറഞ്ഞു. ഇത് പൊട്ടിക്കുമ്പോ ഒരു സൗണ്ട് ഉണ്ടല്ലോ. ഇത് കേൾക്കുമ്പോ എനിക്ക് എന്ത് രസമുള്ള സൗണ്ട് എന്നറിയാം. ഞാനാണെങ്കിൽ ഇന്ന് പണിക്ക് പോലും പോകാൻ പറ്റില്ല. താമസിച്ചായി. ഒരു 1.5 മണിക്കൂറൊന്ന് ലാറ്റ് ആയി. ഞാൻ അറിയാം കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ കൂടെ പഠിച്ച ഒരു ചെറുക്കനെ കണ്ട. നമ്മളവിടെ എന്നെ കൂടെ പഠിച്ച 10ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ചാണ്. പറഞ്ഞ വഴിയിൽ. ഓ, അപ്പൊ അവൻ പണ്ട് സ്കൂളിൽ പഠിച്ചപ്പോൾ ആട്ടോഗ്രാഫിൽ എഴുതി തന്ന് ആളി ആ ചത്താലും ഞാൻ മറക്കൂല. അവനെ ഞാൻ കണ്ടിട്ട് പറഞ്ഞ വഴി. എടാ കൂട്ടുകാരന്മാരെ ഇങ്ങനെ ചെയ്യണം. കണ്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ എടുത്തു എന്ത് കാണാൻ പറഞ്ഞു എന്നൊക്കെ തന്നെ ഞാനും വിചാരിച്ചത്. 1.5 മണിക്കൂർ എടുത്താ പന്നെ പറ്റിയ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ. ഞാൻ ആരെന്ന് വലിയ കഷ്ടമായി പേളിയാ. ഇതൊക്കെ ഞാൻ വരാത്തത്. എന്താ ലോകം ഇത്? പിന്നെ പുതിയ കട ചെറിയ കടയുടെ അടുത്ത് ബസ് സ്റ്റോപ്പടാ. പരട്ടിലുള്ള മനസ്സിലായില്ലേ? വന്നു കഴിഞ്ഞ ആഴ്ച ലീവിന് വന്നു. പേർഷ്യ ദുബായി കള്ളറളിയാ. എടാ അവിടെ വിളന്നിരിക്കുന്നു. സംഭവിച്ചറിയാ
ഒട്ടകത്തിന്റെ പാലിൽ കുങ്കുമപ്പെട്ട് ഒരു അടിയുണ്ട് ഇങ്ങനെ. എന്നിട്ട് രാത്രിയാകുമ്പോൾ ഒരു 1.5 ഗ്ലാസ്. ഉള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇത് ഒട്ടകപ്പാലില് കുങ്കുമപ്പൂ അതല്ല. പിന്നെ കുങ്കുമപ്പൂ എടുത്ത് മിക്സിയിലിട്ട് ആടിച്ചു ഉരുട്ടി ചോറിൻ്റെ കൂടെ തീരുന്നു. കളറ് കണ്ടില്ല ചിരിക്കാനുള്ള കുറെ സാധനം ഉണ്ടല്ലോ. കണ്ണുകൂടാതെ കൊണ്ടിരുന്നു. ഇവന്മാരെ സ്ഥിരം പരിപാടിയാണ്. ആട്ടേരെ കള്ളരെ കറുപ്പ് അത് പിന്നെ സഹിക്കാളി. ഇത് ഇവന്മാരെ പരിപാടിയാണ്. പെണ്ണുങ്ങളെ കാണുമ്പോൾ പൂവും കൂടെ വെച്ചിട്ടുണ്ട് കൊടുക്കാൻ. ഡെയിലിയുള്ള ഏർപ്പാടല്ലേ. നമ്മളായിരുന്നു പറയലേ. കൊടുക്കി എന്തിട്ട കളറെന്ന് പറഞ്ഞേ? ആട്ടര കളറിന് കണ്ടി അടിപൊളി. പിന്നെ കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? അച്ചടൊക്കെ പഴയതൊക്കെ പൊളിഞ്ഞ് നിനക്കറിയാലോ. അതല്ലേ അപ്പൊ ഇങ്ങനെ ദൈവത്തിന്റെ ഒരു കാരണം കൊണ്ട് ചെറിയൊരു സെറ്റപ്പിൽ നമ്മള് അതാരല്ലേ പറഞ്ഞത്? അതാരെങ്ങനെ പറഞ്ഞത്? എവിടെ അവിടെ നിന്ന് അവനെ മനസ്സിലായില്ലേ? ഇല്ല. ഇവിടെ നമ്മളെ മറ്റേ സജി. ഇവിടെ ഇവനല്ലേ ഇപ്പൊ പത്രത്തിൽ ടി വിയിലൊക്കെ അങ്ങ് നിറഞ്ഞിരിക്കല്ലേ. സംഭവം ടി വി വെച്ചാൽ ഇവനേ ഉള്ളൂ. കാര്യം എന്ത്? ഇവൻ നാട്ടിലെ താരമുണ്ടോ ഇപ്പൊ? അത് തന്നെ. ഇവിടെ ഐജിയുടെ വീട്ടിലൊരു കൊലപാതകം നടന്നില്ല. അതിന്റെ ദൃക്സാക്ഷി ഇവനാണ് ഇപ്പൊ. ടിവിയിൽ വാട്സാപ്പിലൊക്കെ വന്ന് പത്രക്കാരും ടി വിക്കാരും ഫുൾ ടൈം ഇവന്റെ പുറകെ തന്നെ. ഇവനാണ് ആള്. ഓ ഞാൻ ജോഗിങ്. ഞാൻ കണ്ടിട്ടില്ല. അവൻ തന്നെ. ഭയങ്കര പട്ടി ശല്യമാണ്. ഒരു പട്ടി ശല്യം നോക്ക്. ആ പട്ടി ആ കവലെന്ന് ഈ അറ്റം വരെ എന്നെ ഓടിച്ച്. എങ്ങനെ വരും? വേസ്റ്റ് മൊത്തം കൊണ്ട് റോഡിലല്ലേ ഇറങ്ങുന്നത്. ആ പട്ടിയുടെ വായിലൊരു കമ്പെടുത്തിട്ട് കുത്തി കയറ്റി കൊടുത്തിരുന്ന ഞാൻ വരുമായിരുന്നില്ല കൂടെ. ഉറങ്ങി കിടന്ന പട്ടി ഒരു കമ്പെടുത്ത് കുത്തി തന്നെയാണ് അത് എന്നെ ഇതുവരെ ഓടിച്ചത്. ഞാൻ അതിന് ഒരിക്കൽ കൂടെ കുത്താൻ. അണ്ണന്റെ കടയിൽ വന്നില്ല നീ ഇതുവരെ. പുതിയ സെറ്റപ്പ് അല്ലേ? ചെറിയ സെറ്റപ്പ് ആണോ? എനിക്കൊരു ചായക്കപ്പം ഒരു വാഴ. അല്ല, ഒരു ചായയും ഒരു വാഴക്കപ്പം. ഇവിടെ അതൊന്നുമില്ല. വെള്ളം നാരങ്ങ വെള്ളം ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉള്ളു. എന്ത് ഇന്നലെ 5-6 ദിവസം കറ അടച്ചിട്ടുണ്ട്. എന്ത് അത് വാരി പ്രസവിച്ചു. വാരി പ്രസവിച്ചു. ചിലവുണ്ട്. ഈ കന്നി പ്രസവം ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ? എനിക്കറിഞ്ഞു. എന്റെ ഭാര്യ ചിങ്ങത്തിലാണ് പ്രസവിച്ചത്. ഹലോ, നമസ്കാരം. പോയില്ലെന്ന് പോയില്ലെങ്കിൽ എപ്പോണ്ട് നീ പറഞ്ഞാൽ അവന് ഞാൻ പോവാ. ഓ ഇതാരാണ് പറഞ്ഞത്? നീ എന്ത് ചെയ്യും? പറഞ്ഞത് നീ എന്ത് ചെയ്യും? ഓഹോ, അങ്ങനെയൊക്കെ ആയോ? ചായ അടി പെട്ടെന്ന്. ഞാൻ പോട്ടെ, എനിക്ക് സിനിമയ്ക്ക് ചമ്മി അണ്ണൻ പറഞ്ഞിരിക്കും ആളാരെന്ന് മനസ്സിലായി. നിങ്ങളെ ധൈര്യം ഞാൻ സമ്മതിച്ചിട്ടുണ്ട്. ദൃക്സാക്ഷിയായിട്ടൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ പരിചയപ്പെടുന്നത്. എങ്ങനെ ജോലിക്ക് കാര്യങ്ങൾ എന്താ പോകുന്നത് കാര്യം? അല്ല, ഇന്ന് ജോലിക്ക് പറ്റിയില്ല. കാരണം എന്റെയും ഭാര്യ പ്രസവിച്ച് കിടക്കുകയാണ്. സുഖപ്രസവം. കുഞ്ഞിന്റെ പേര് കൊള്ളാം കേട്ടോ, ശിവപ്രസാദ്. അതല്ലടാ, ഭാര്യ പ്രസവിച്ച് കിടക്കണം. സുഖപ്രസവം എന്ന് പറഞ്ഞത്. അങ്ങനെ സിനിമയ്ക്ക് അടിയണം വെള്ളം താഴ്ച. ഞാൻ 2 പടം കാണുള്ളൂ ജീവിതത്തിൽ. അറിയാലോ, തുടക്കം മുതല് സ്റ്റണ്ട് പടവും തുണ്ട് പടവും. ഷോർട്ട് ഫിലിം. പിന്നെ നിങ്ങളെ കാണുമ്പോ ഞാൻ ഒരു അണ്ണൻ എന്റെ അടുത്ത് പറഞ്ഞ സംഭവങ്ങളൊക്കെ ഐജിയുടെ വീട്ടിലെ കൊലപാതകത്തിന്റെ ദൃക്സാക്ഷി എന്നുള്ളത്. ഇപ്പൊ നമ്മൾ ഈ ടിവിയിലും വാട്സപ്പിലും മൊബൈലൊക്കെ ഇതൊക്കെ കണ്ടിട്ടുള്ളൂ. പിന്നെ ഈ നേരിട്ട് ഒരാളെ വായിന്ന് കേട്ടിട്ടില്ല. എങ്ങനെയാണ് ഈ കൊലപാതകം കണ്ടോണ്ട് നിൽക്കാനുള്ള മനക്കരുത്തും കാര്യങ്ങളൊക്കെ എനിക്കൊന്ന് പറഞ്ഞു. കാണുമ്പോഴേ അതിന്റെ ഒരു നീ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തത്. ഇത് നിങ്ങളെ റോൾ മോഡൽ. ഞാൻ വേറെ കഥ കേൾക്കണം. അതല്ലേ? പറഞ്ഞുതരാം. ഓ, അതായത് കാരണം ശ്രദ്ധിച്ച് അവസരം. രാവിലെ ഒരു 6-6:30 മണി സമയം കോഴി കൊക്കരക്കോന്ന് കൂവുകയാണ്. ഞാൻ ഉറക്കമൊഴിച്ച് വെളിയിലോട്ട് ഇറങ്ങിയപ്പം കുറെ മുല്ലപ്പൂ വെച്ച് ചൂടിക കുറെ പിള്ളേർ പെൺകുട്ടികളൊക്കെ പട്ട് പാവടയൊക്കെ ഇട്ട് അമ്പലത്തിൽ പോയിട്ട് ഇങ്ങനെ നടന്ന് വരികയാണ്. അതായത് ഒരു 6-7 പേര് വരും. പട്ട് സാരി എടുത്തിട്ടുണ്ട്, സെറ്റ് സാരി ഉണ്ട്, മുല്ലപ്പൂ ഉണ്ട്. കഥ പറ. പെണ്ണുങ്ങളെ കാര്യം വലിക്കോ? ഭാര്യ ആശുപത്രിയില്ല, ചെറിയ കാര്യം പറ. എന്നിട്ട് രാവിലെ ഒരു 6-6:30 മണി സമയം കോഴി കൊക്കരക്കോന്ന് കൂവണം. ഞാൻ ഉറക്കമൊഴിച്ച് വെളിയിലോട്ട് ഇറങ്ങി. അല്ല, അത് പറഞ്ഞല്ലേ അവിടെ നിന്നിട്ട് ഇങ്ങനെ ബാക്കി ഇങ്ങോട്ട് കണ്ടിന്യൂ ചെയ്താൽ മതി. അതല്ലേ ബാക്കി പറ. രാവിലെ ഒരു 6-6:30 മണി സമയം കോഴി കൊക്കരക്കോന്ന് കൂവണം. അണ്ണാ, ഞാൻ നേരം സംഭവം ഇവന് ചെറിയൊരു പ്രശ്നമുണ്ട്. ഇവ എന്തെങ്കിലും കാര്യം പറഞ്ഞു തുടങ്ങി അവസാനിപ്പിക്കണ നമ്മൾ ഇടക്കേറി പറഞ്ഞ ഇവ ആദ്യം മുതൽ പറഞ്ഞു അപ്പൊ എന്തെങ്കിലും പറഞ്ഞു ആരും ഇടക്കേറി സംസാരിക്കാൻ പാടില്ല. ആരും മിണ്ടരുത്. അവൻ പറഞ്ഞു തരുന്നവരെ മിണ്ടരുത്. അക്ഷരം നീ മിണ്ടരുത്. ആരെങ്കിലും വേണ്ടി അമ്മ അടിച്ച് അങ്ങനത്തെ വിഷയമൊന്നുമില്ല. ഞാൻ പറയുമ്പോ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാ നീ പറ. നമ്മൾ കേൾക്കാം. നീ പറ. കണ്ടിന്യൂ.
രാവിലെ ഒരു 6-6:30 മണി സമയം കോഴി കൊക്കര കോന്ന് കൂവുന്നു. ഞാൻ ഉറക്കമൊഴിച്ച് വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ അമ്പലത്തിൽ പോയിട്ട് കുറേ പെണ്ണുങ്ങൾ പട്ട് സാരി മുല്ലപ്പൂവൊക്കെ ചൂടി ഇങ്ങനെ നടന്നു പോകുന്നു. എന്നിട്ട് ഞാൻ നേരെ ശശിൻ്റെ കടയിൽ പോയപ്പോൾ ഒരു ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് പോയപ്പോൾ അവിടെ റേഡിയോയിൽ FM പാട്ടിട്ടിരിക്കുന്നു. കീടിലം പാട്ട്. ഏത് പാട്ടെന്നറിയാം? ശരറാന്തൽ തിരി താണു മുർലിൻ കുർലിൻ. തെറ്റി ആ പാട്ട് അങ്ങനെയല്ല. ഇത് ജയചന്ദ്രൻ പാടി ഹിറ്റാക്കിയ പാട്ട് എനിക്കറിയാം. എന്റെ ഫേവറേറ്റ് പാട്ടാണ്. ശരറാന്തൽ തിരി താണു മുകിലിൻ കുടിലിൽ മൂവന്തി പെണ്ണുറങ്ങാൻ കിടന്നു. ശരറാന്തൽ തിരി താണു മുകിലിൻ കുടിലിൽ മൂവന്തി പെണ്ണുറങ്ങാൻ കിടന്നു. അതൊക്കെ ഓക്കെ. നീ പറയാ. രാവിലെ ഒരു 6-6:30 മണി സമയം കോഴി കൊക്കര കോന്ന് കൂവുന്നു. ഞാൻ ഉറക്കമൊഴിച്ച് വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴും കുറെ പെൺകുട്ടികളെല്ലാരും കൂടി പട്ടുസാരിയൊക്കെ കൊടുത്തിട്ട് അമ്പലത്തിൽ പോയിട്ട് ഇങ്ങനെ നടന്നു വരണം. ഞാൻ നേരെ ശശിന്റെ ചായക്കടയിൽ പോയിട്ട് ഒരു ചായ കുടിച്ചോണ്ടിരുന്നപ്പം അവിടെ FM പാട്ട് കേൾക്കണം. ഏത് പാട്ടെന്നറിയാം? ശരറാന്തൽ തിരി താണു മുകിലിൻ കുടിലിൽ മൂവന്തി പെണ്ണുറ. അങ്ങനെയല്ലേ നടന്നു. അങ്ങനെ ഈ പാട്ടും കേട്ടുകൊണ്ട് നിന്നപ്പോഴേ തൊട്ടടുത്തല്ലേ ഐജിയുടെ വീട്ടിൻ്റെ മതിൽ ചാടി ആരോ പോകുമ്പോൾ എനിക്കൊരു തോന്നലാണ്. കുറേ നേരം ഞാൻ നിന്ന് കറങ്ങി. അപ്പോൾ മുകളിലത്തെ നിലയിൽ നിന്ന് ജനൽ വഴി ഒരു പെണ്ണ് വന്ന് നോക്കുകയും ചെയ്തു. സംശയം വരൂലേ? ഞാൻ നേരെ ഈ മതിൽ ചാടി. എങ്ങനെയോ ഞാൻ ഇതിനകത്ത് കയറി. മാത്രമൊക്കെ തുറന്ന് നടക്കായിരുന്നു. കയറി ഞാൻ പടിക്കെട്ട് വഴി ഇങ്ങനെ മുകളിൽ കയറി ചെന്നപ്പോൾ അവിടെ ഒരു സെക്യൂരിറ്റിയുടെ ഡ്രസ്സ് കിടക്കണം. ഹാങ്ങറിൽ തൂക്കിയിട്ടിരിക്കുന്ന ഒരു സെക്യൂരിറ്റിയുടെ ഡ്രസ്സ്. ഐജിയുടെ വീട്ടിലെ സെക്യൂരിറ്റിയുടെ ഡ്രസ്സാ അയാളുടെ യൂണിഫോം അവിടെ കിടന്നത്. ഐജിയുടെ യൂണിഫോം അവിടെ സെക്യൂരിറ്റി പറഞ്ഞത് ഒരു ബുദ്ധി പോലെ സംസാരിക്കുന്നത്. സ്റ്റാർ രാവിലെ ഒരു 6-6:30 മണി സമയം കോഴി കൊക്കര കോന്ന് കൂവുന്നു. ഞാൻ ഐജിയുടെ വീട്ടിൽ സെക്യൂരിറ്റി വരുമോ? സെക്യൂരിറ്റിക്കാരെ കാണുവാ? അവന്റെ യൂണിഫോം കാണോ? ഇവിടെ അടങ്ങിയിരുന്നോളം കണ്ണിട്ട് കുത്തിരി. ഞാൻ പറഞ്ഞിട്ടുണ്ട്. നീ ബാക്കി പറ. രാവിലെ ഒരു 6-6:30 സമയം കോഴി കൊക്കര കോന്ന് കൂവണം. ഞാൻ രാവിലെ ഉറക്കമൊഴിച്ച് വെളിയിലേക്ക് ഇറങ്ങിയപ്പോഴും മുല്ലപ്പൂവൊക്കെ ചൂടി അമ്പലത്തിൽ പോയിട്ട് കുറച്ച് പെൺകുട്ടികൾ ഞാൻ നടന്നു പോകണം. പട്ട് സാരിയൊക്കെ കൊടുത്തിട്ട് വരാം. ഞാൻ നേരെ ശശിൻ്റെ ചായക്കടയിൽ പോയി ഒരു ചായ കുടിച്ചിട്ട് അങ്ങനെ ഞാൻ നിന്നപ്പോൾ അവിടെ റേഡിയോയിൽ FM പാട്ട് കേൾക്കുന്നു. ശരറാന്തൽ തിരി താണു മുർലിൻ കുർലിൻ. ആ പാട്ടാണ് കേട്ടത്. നല്ല കിടലം പാട്ടും. അങ്ങനെ നിന്നപ്പോൾ തൊട്ടടുത്ത ഐജിയുടെ വീട്ടിൽ ആരോ മതിലാടി പോകുമ്പോൾ ഒരു തോന്നൽ. വിടാൻ പറ്റുമോ? നമുക്ക് വേണ്ടപ്പെട്ട ആളാണ്. നോക്കിയോ മുകളിലത്തെ നിലയിൽ കൂടെ ഒരു പെണ്ണ് വന്ന് എത്തി നോക്കുകയും ചെയ്തു. ഞാൻ നേരെ അകത്ത് കയറി ഡോറ് തുറന്ന് പടിക്കെട്ട് വഴി ഇങ്ങനെ കയറി ചെന്നപ്പോൾ ഒരു സെക്യൂരിറ്റിയുടെ ഡ്രസ്സ്. ഞാൻ ഡ്രസ്സ് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു വരിക. നല്ല രസം, നല്ല കാവി കളറിൽ നല്ല ഡ്രസ്സ്. അതങ്ങനെ നോയിക്കൊണ്ട് നിന്നതും പെട്ടെന്നൊരു ശബ്ദം. ഇത് ആദ്യമേ തുമ്മിക്കൂടായിരുന്ന? അവ 6-6:30 തുടങ്ങിയപ്പോഴേ ഞാൻ പിടിച്ചു വന്നാണ്ടാ. പിടിച്ചു തന്ന പാട് എനിക്കറിയാം ഇതുവരെ. ദ്രോഹി, ശത്രുക്കളടുത്ത് പോലും രാവിലെ ഒരു 6-6:30 മണി കോഴി കൊക്കര കോന്ന് കൂവണം. ഞാൻ ഉറക്കമൊഴിച്ച് വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ കുറേ പെൺകുട്ടികൾ അമ്പലത്തിൽ പോയിട്ട് ഇങ്ങനെ വരണം. ഞാൻ നേരെ ശശിൻ്റെ ചായക്കടയിൽ പോയി ഒരു ചായയും കുടിച്ചിട്ട് അങ്ങനെ നിന്നപ്പോൾ അവിടെ FM പാട്ട് കേൾക്കണം. ഏത് പാട്ടെന്നറിയാം? ശരറാന്തൽ തിരി താണു മുർലിൻ കുർലിൻ. ആ പാട്ടാണ്. ആ പാട്ട് കേട്ടോണ്ട് അങ്ങനെ നിന്നപ്പോൾ നമ്മൾ ഐജിയുടെ വീടിൻ്റെ മതിൽ ചാടി ആരോ പോകുമ്പോൾ ഒരു തോന്നൽ. വിടാൻ പറ്റുമോ? ഐജി നമുക്ക് വേണ്ടപ്പെട്ട ആളാണ്. ഞാൻ ഒരു പെണ്ണ് വന്ന് മോളിൽ കൂടി എത്തി നോക്കുകയും ചെയ്തു. ഞാൻ നേരെ മതിൽ ചാടി ഡോറ് തുറന്ന് അകത്ത് കയറി പടിക്കെട്ടി കൂടി കയറി ചെന്നപ്പോൾ അവിടെ ഒരു സെക്യൂരിറ്റിയുടെ ഡ്രസ്സ് തൂക്കിയിട്ടിരിക്കുന്നു ഹാങ്ങറിൽ. ഞാൻ പതുക്കെ ഡ്രസ്സ് എടുത്ത് തിരിച്ചു മിരിച്ചേക്ക്. നല്ല കാവി കളർ ഡ്രസ്സ്. അങ്ങനെ നിന്നപ്പോൾ പെട്ടെന്നൊരു ശബ്ദം. ഞാൻ നേരെ ഓടി വന്ന് ചെറിഞ്ഞ് താഴോട്ട് നോക്കിയപ്പോൾ താഴെ ഒരാൾ കിടന്ന് പടയുന്നു. പിന്നെ ഇത് കണ്ടിട്ടേ ജീവന് വേണ്ടിയിട്ട് പടയല്ലേ. ഞാൻ നേരെ ഓടി കിച്ചണിൽ പോയി അവിടെ ചെന്ന് കുട എടുത്ത് നോക്കി വെള്ളമില്ല. അപ്പുറത്ത് ഇപ്പുറത്തെ ഒരു ബക്കറ്റ് അതെടുത്ത് നോക്കി വെള്ളമില്ല. പിന്നെ ഞാൻ അവിടെ സകല പാത്രങ്ങൾ നോക്കി വെള്ളമില്ല. ഒടുക്കും ഒരു കൂജ. ആ കൂജ ഇരുന്ന വെള്ളം എടുത്ത് ഞാൻ പെട്ടെന്ന് കുടിച്ചു. എടാ, ഒരുത്ത പ്രാണവായുവിന് വേണ്ടി കിടന്ന് വിളിക്കുമ്പോ നീ എന്തിനാ വെള്ളം കുടിച്ചേ? കാണിച്ചല്ലെങ്കിൽ തന്നെ അങ്ങനെയല്ല സംഭവം.
ഇങ്ങനെയുള്ള സംഭവങ്ങൾ കാണുമ്പോൾ പെട്ടെന്ന് എനിക്ക് ലോ ബി പി വരും. അത് മാത്രമല്ല അമ്മ വഴക്ക് പറയും എന്നെ ഇങ്ങനെ സമയത്തിന് വെള്ളം കുടിച്ചില്ല. നീ ബാക്കി പറ ബാക്കി പറ. എന്നിട്ട് രാവിലെ ഒരു 6-6:30 മണി സമയം എന്നെ ഒരുമാതിരി ദേഷ്യപ്പെടുത്താൻ വേണ്ടി ചുമ്മാ നടന്നിട്ട് ആവശ്യമില്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ലേ ചേട്ടാ, പറഞ്ഞ് ശല്യപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഞാൻ അത് പറഞ്ഞു വരുമ്പോഴാണ് നീ ബാക്കി പറയടാ. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നീ എന്ന് അവിടെ ചെന്ന് നോക്കാത്ത ഐജിയുടെ വീട്ടിൽ ഇതൊക്കെ ഇത്തിരി പാടുള്ള കാര്യമാണ് കേട്ടോ. SI അവിടെ കോടതിയിലൊക്കെ തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കും. അല്ല നീ ഇത് കണ്ടോണ്ടല്ലേ എനിക്ക് പറയാൻ പറ്റില്ല, ഞാൻ പോണം, ശരിയാവില്ല, ഞാൻ പോണം. ശരി, അവസാനമായിട്ട് ഇനി ഇവിടെ ആരും മിണ്ടല്ലേ. അവൻ കറക്റ്റായിട്ട് പറയും. മിണ്ടറ അമ്മ ഞാൻ അടിച്ചു പിരുത്തോളാം, വീട്ടിൽ കയറി വിട്ടു. അണ്ണനെ എന്തെങ്കിലും പറയണ്ടോ? ആരോടെ അലക്കുള്ളതിന് ഒന്നുമില്ല. നീ പറ ബാക്കി പറ. രാവിലെ ഒരു 6-6:30 മണി സമയം കോഴി കൊക്കര കോന്ന് കൂവുന്നു. നേരം വെളുത്ത് ഞാൻ നേരെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കുറേ അമ്പലത്തിൽ പോയിട്ട് പെണ്ണുങ്ങൾ ഇങ്ങനെ നടന്നു പോകുന്നു, മുല്ലപ്പൂക്ക് ചൂടി പട്ട് പാവാടയൊക്കെ കൊടുത്ത പിള്ളേരുണ്ടായിരുന്നു. ഞാൻ നേരെ ശശിൻ്റെ കടയിൽ പോയി ഒരു ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ FM-ൽ പാട്ട് കേൾക്കും. പാട്ട് ഏതെന്നറിയാമോ? ശരറാന്തൽ തിരിത്താണു മുകിലിൻകൂടി, ആ പാട്ടാണ് കേട്ടോ. ആ പാട്ടൊക്കെ കണ്ടുകൊണ്ട് നിന്നപ്പോൾ പെട്ടെന്ന് ആരോ ഐജിയുടെ വീട്ടിൻ്റെ മതിലാടും പോലെ ഒരു തോന്നൽ. ഞാൻ നേരെ വിടാൻ പറ്റുമോ? അടുത്തോട്ട് ചെന്നപ്പോൾ മുകളിലത്തെ നില ഒരു പെണ്ണിന്ന് എത്തി നോക്കുകയും ചെയ്ത് ഞാൻ നേരെ ഈ മതിലിയാടി അകത്ത് കയറി ഡോർ തുറന്ന് പടിക്കെട്ട് വഴി മുകളിൽ ചെന്നപ്പോൾ കാക്കി ഒരു ഇതുണ്ടല്ലോ, കാവി കളറിൽ ഒരു സെക്യൂരിറ്റിയുടെ ഡ്രസ്സ് അവിടെ തൂക്കിയിട്ടിങ്ങനെ തിരിച്ചു മരിച്ചു നോക്കി. ഞാൻ എടുത്ത് നോക്കി, ഒന്നും കണ്ട് പെട്ടെന്ന് ഒരു ശബ്ദം. ഹലോ, എടീ കടയൊക്കെ ഓപ്പണായി. സന്തോഷം കച്ചവടം കൊണ്ട് കുഴപ്പമില്ല. എല്ലാം ആളെ ബാക്കി പറയണേ, ബാക്കി പറ. ഞാൻ വെറുത്ത്, എനിക്ക് കട വേണ്ട. പുള്ളി ഫോൺ വന്ന്, പുള്ളിയെ ഡിസ്റ്റർബ് ചെയ്യണ്ട, ഞാൻ പറഞ്ഞോളാം, എനിക്കറിയാം. പറയട്ടെ? ഇന്ന് വേണ്ട, ഇത് കേക്കട്ടെ. തീർന്നേ എനിക്ക് കേക്കട്ടെ ഈ വാർത്തകൾ. കുറച്ച് ആലക്കരുത്, വെള്ളം കുടി. ഇല്ല, വെള്ളം വേണ്ട, ഞാൻ കുടിച്ചു. ഇല്ല കുടി. ഇല്ല, വെള്ളം കുടിച്ചേ. ഇല്ല, ഒരു പഴം തിന്നു. ഇല്ല, പഴം തിന്ന് ഇപ്പൊ തിന്നാ ശരിയാവില്ല. ഞാൻ ഒരു കാര്യം പറയാം, ഇതൊക്കെ ഓക്കെ, ഇതുവരെ പറഞ്ഞതൊക്കെ ഓക്കെ. നീ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി ചായക്കടയിൽ പോയി ചായ കുടിച്ച് പാട്ട് കേട്ട് മതിൽ ചാടി പെണ്ണും പിള്ളയെ കണ്ട് യൂണിഫോം കണ്ട് മറ്റവൻ പടക്കണയെ കണ്ട് എല്ലാം ഓക്കെ, അതുവരെ ഓക്കെ. അല്ലേ? ബാക്കി പറ. അങ്ങനെ കേക്കണം, അതാണ് ഇങ്ങനെ കേക്കണം. അല്ലാതെ ഒരുമാതിരി ദേഷ്യപ്പെട്ട് കൈ ചൂണ്ടി ആക്കണ രീതിയിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പറയാനൊന്നും പറ്റില്ല. ഇതാ ഇതേപോലെ കേട്ടാലേ പറയാൻ പറ്റുള്ളൂ. ദൈവനും കൂടെ കേൾക്കാതിരിക്കുന്നോണ്ട് പറയാം. ഓക്കെ, ഇനി ഒരു അക്ഷരം ഉണ്ടരുത്. എന്താ പാട്ടൊന്നും വേണ്ട. ശ്രദ്ധിച്ചോട്ടോ. രാവിലെ ഒരു 6-6:30 മണി ഞാൻ രാവിലെ ഉറക്കമൊഴിച്ച് റോഡിലേക്ക് പോയപ്പോ ഇങ്ങനെ അയ്യോ കുറെ പെണ്ണുകുട്ടികൾ ഇങ്ങനെ അമ്പലത്തിൽ പോയിട്ട് മുല്ലപ്പൂവൊക്കെ ചൂടി ഇങ്ങനെ വരികയായിരുന്നു. മുല്ലപ്പൂ അപ്പൊ രാവിലെ ഒരു 6-6:30 മണി സമയം. ഇത് കേട്ട് നമ്മൾ പഠിച്ചല്ലേ സ്ക്രിപ്റ്റ്. ഒരു അസാധ്യ സംഭവമായി പോയി. രസമുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. രസികൻ സ്കിറ്റ്, ചെറിയൊരു സംഭവമായിരുന്നു, പക്ഷെ അത് നന്നായിട്ട് പ്രസന്റ് ചെയ്ത് നല്ല രസമുള്ള ഒരു സ്കിറ്റാക്കി മാറ്റി. അതെ, സത്യം. ഒന്നും ഇത് കഥ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല ഒരാൾ. ഇതെന്താണ് സ്കിറ്റ് എന്നൊന്നും പറഞ്ഞു കൊടുക്കാൻ. അത് പറയുമ്പോ ഒന്നുമില്ല, ചെറിയ സംഭവമുള്ളൂ, പക്ഷെ അത് അവര് പോയിട്ട് സാധനം വെച്ചിട്ട് അങ്ങോട്ട് പൊലിപ്പിച്ച് കളിച്ചോണ്ടല്ലോ. ഭയങ്കര സജി അതെങ്ങനെ എങ്ങനെ ഒപ്പിച്ച് സജി? അല്ല, സംഭവം ഇത് വേറെ കൗണ്ടർ വേണ്ട. പിന്നെ ഏകദേശം ഒരു 10-15 മിനിറ്റ് ഫില്ല് ചെയ്യാൻ സാധിക്കും. ഈ ഒരേ സംഭവം തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് പോവാം. അങ്ങനെയല്ല, അപ്പൊ പുള്ളി ഇവരെ തേച്ചല്ല, നമ്മളെ തേച്ചാ. അല്ലായിരുന്നു, ആർട്ടിസ്റ്റുകൾ വളരെ കുറവായിരുന്നു. എല്ലാവരോടും ഒതുക്കി നല്ല ഭംഗി, ഉഗ്രനാണ്, സൂപ്പർ, അടിപൊളി. അടിപൊളി. തുടക്കം മുതൽ അവസാനം വരെ ശരി, ഇവിടെ നിർത്തിയില്ല, കയ്യടിയും നിർത്തിയില്ല, കണ്ടോണ്ടിരിക്കല്ലേ ആൾക്കാർ. സൂപ്പറായിരുന്നു. പറഞ്ഞ പോലെ കഥയുണ്ടോയെന്ന് ചോദിച്ചാൽ കഥയില്ല. അത് സജി മൊങ്ങോട്ടിൻ്റെ കേന്ദ്രീകരിച്ചാണ് ഈ സ്കിറ്റിൻ്റെ കഥ പോയത്. കാരണം ആ പുള്ളിക്കാരൻ കഥ പറയുമ്പോഴാണ് ഇതിനൊരു എന്തുണ്ടാകുന്നതും. ആ സംഭവം ഇല്ലെങ്കിൽ ഇത് വേറെ രീതിയിലൊക്കെ ആയി വേറെ ക്ലൈമാക്സ് നമ്മൾ കണ്ടെത്തേണ്ടി വന്നേനെ. ഇതത് വേണ്ട, ഇത് അതിനകത്ത് തന്നെ സ്റ്റോപ്പ് ഉണ്ട്. ഒറ്റ അടിക്ക് ആ കഥ തീർക്കുമായിരുന്നു. മൊത്തത്തിലായി ശ്രുതി പറഞ്ഞതുപോലെ അധികം ആൾക്കാരില്ലാതെ അത് വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റി. അവരെ ഉദ്ദേശിച്ച പോലെ അത് എത്തിക്കാനും പറ്റി. ഓൾ ദി ബെസ്റ്റ്. വെരി ഗുഡ്. ഓഡിയൻസ്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നന്നായിട്ടുണ്ടായിരുന്നു. നന്നായിരുന്നു.
യെസ്. അപ്പോൾ ജനറലി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പോൾ എത്ര സ്റ്റാർസ് തരും എന്നുള്ള കാര്യം നമുക്ക് അവരോട് ചോദിക്കാം. എത്ര സ്റ്റാർസ് ആണ് ഇന്നത്തെ ഇവരുടെ പെർഫോമൻസ് നിങ്ങൾ കൊടുക്കാൻ പോകുന്നത്? 4 സ്റ്റാർസ് ആണ് നിങ്ങളുടെ ഈ ഒരു പെർഫോമൻസ്, ഈ ഒരു ടീം എഫേർട്ടിന് വേണ്ടിയിട്ട് ഓഡിയൻസ് തന്നിരിക്കുന്നത്. 4 സ്റ്റാർസ് എന്ന് വെച്ചാൽ 5000 രൂപയുടെ ഒരു ക്യാഷ് വൗച്ചർ ആൻഡ് പറക്കാട് ജ്വൽസ് തരുന്ന 1 gram ഗോൾഡിൽ പൊതിഞ്ഞ ഒരു പൊന്നാന. ഇതാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഈ സമ്മാനങ്ങൾ ഇവർക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് പതിവ് പോലെ അടുത്തതായിട്ടൊരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. സ്പെഷ്യൽ പെർഫോമൻസുമായി വേദിയിലേക്ക് എത്തുന്നു നിസാം സാഗർ. അപ്പോൾ ഫസ്റ്റ് ടൈം ആണ് കോമഡി മസാലയുടെ ഫ്ലോറിൽ. കോമഡി മസാലയുടെ ഫ്ലോറിൽ ഫസ്റ്റ് ആണ്. ആ, സ്പെഷ്യൽ പെർഫോമൻസ്. സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. ആദ്യമായി നമ്മളുടെ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാറ്, ഓക്കെ, അദ്ദേഹം പല രീതിയിൽ സംസാരിക്കും. അദ്ദേഹം പല രീതിയിൽ സംസാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സാഹചര്യം അനുസരിച്ചാണ്. ചിലപ്പോൾ ശാരീരികമായി ബുദ്ധിമുട്ടുള്ളപ്പോൾ അപ്പോഴൊരു ശബ്ദമുണ്ട്, അല്ലാതെ നിയമസഭയിൽ സംസാരിക്കുമ്പോൾ ഒരു ശബ്ദം, പിന്നെ ഇതുപോലുള്ള പൊതുവേദിയിൽ വരുമ്പോൾ ഒരു ശബ്ദം, അങ്ങനെ ഉണ്ടാകും. അപ്പോൾ ഇവിടെ വന്നാൽ എങ്ങനെയാണ് സംസാരിക്കുന്നത് നോക്കാം. എന്താണ് പരിപാടി എന്ന് പറഞ്ഞത്? മനസ്സിലായി. മാതാ അമൃതാനന്ദമയി ദേവിയുടെ നാമധേയത്തിലുള്ള അമൃത ടെലിവിഷൻ്റെ കോമഡി മസാല എന്ന പരിപാടിയിൽ തമ്പി സാറും രതീഷ് കാരക്കാടും ഫിറോസും സാബു കമലും അശ്വതിയും ഉല്ലാസും സുധി കൊല്ലവും നെൽസണും ഒക്കെ മാറ്റുരയ്ക്കുന്ന ഈ പരിപാടിയിൽ വരുവാനും നിങ്ങളെയൊക്കെ കാണുവാനും സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഇതൊരു മഹാഭാഗ്യമായി കരുതുകയാണ്. നന്ദി, നമസ്കാരം. അടിപൊളി. താങ്ക് യു. ഇനി അദ്ദേഹം നിയമസഭയിൽ ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ വികാരാധീനാകാരം ചോദിച്ചോളൂ. മുല്ലപ്പെരിയാറിന്റെ വിഷയം എന്തായെന്ന് ചോദിച്ചോളൂ. ഞാൻ പറയാം. മുല്ലപ്പെരിയാർ വിഷയം എന്തായി? ഞാൻ പറയട്ടെ. അശ്വതി, മുല്ലപ്പെരിയാറിന്റെ വിഷയം തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയുമായി UP അധ്യക്ഷ സോണിയാഗാന്ധിയുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇരു സംസ്ഥാനങ്ങൾക്കും ദോഷകരമല്ലാത്തൊരു തീരുമാനം ഉണ്ടാവുന്ന കാര്യത്തിൽ യാതൊരു സംശയം. എന്താണ് ഞാൻ പറഞ്ഞത് എന്നത്? അത് ഞാൻ പറഞ്ഞില്ല. അത് കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല, എന്നാ പറയുന്നില്ല. ഇങ്ങനെ പറയും. ഇനി അദ്ദേഹത്തിന് കുറച്ചുകൂടി ശാരീരിക അസ്വസ്ഥതകൾ ഉള്ളപ്പോൾ, എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളപ്പോൾ, അദ്ദേഹത്തിന്റെ ശബ്ദത്തിന് തുടർച്ചയായി പരിപാടികളൊക്കെ ഉള്ളപ്പോൾ അല്പം കൂടി ശബ്ദം അടയ്ക്കും. ഇങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. അതായത് ഈ ഗവൺമെന്റ് ഏതാണ്ട് 5 വർഷക്കാലം ഭരിച്ചിട്ടാണ് ഇറങ്ങിയത്. ഞാനിപ്പോൾ ഒരു ഗാനം ഓർക്കുകയാണ്. തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി പുതുപ്പള്ളി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും ഇടയ്ക്കിടെ വല്ലപ്പോഴും ഞാനും കൊതിക്കാറുണ്ട്. മറക്കാൻ കഴിയില്ലല്ലോ. താങ്ക് യു. ഇനി കേരളത്തിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, അദ്ദേഹം മാധ്യമപ്രവർത്തകരോടൊക്കെ സംസാരിക്കുന്നത് ഇപ്പം ഷൗട്ട് ചെയ്യുന്നില്ല. അതിപ്പോ അഡ്വാൻസ് ആയിട്ട് പറയാൻ കഴിയില്ലല്ലോ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ചില നയപരമായ തീരുമാനങ്ങളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജനോപകാരപ്രദമായിട്ടുള്ള എല്ലാ സംഗതികളും അത് വേണ്ടപ്പോൾ വേണ്ട സമയത്ത് ജനങ്ങളിലേക്ക് എത്തിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. നന്ദി, നമസ്കാരം. നിങ്ങൾ പുതിയ രീതിയിലൊക്കെ ഒന്ന് എഴുതാൻ പഠിക്കും, അതല്ലേ വേണ്ടത്. ഇനി നമ്മുടെ സലീമേട്ടൻ, അദ്ദേഹത്തിന്റെ ലൈവ് പല സിനിമകളെക്കുറിച്ചും ദേശീയ അവാർഡിനൊക്കെ ശേഷം അദ്ദേഹം വിമർശിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ഒരു വിമർശനം, ലൈവ് ഇന്റർവ്യൂ വോയിസ്. അതായത് ഒരു ഇംഗ്ലീഷ് സിനിമ മലയാളത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, എന്നിട്ട് അതിന് പ്രത്യേക കോറിയോഗ്രാഫി, പ്രത്യേക ഡയറക്ഷൻ, പ്രത്യേക നിർമ്മാണം, എന്നിട്ട് കുളിക്കാതെ പല്ല് തേക്കാതെ ഒറ്റ ദിവസം കൊണ്ട് 350 സിനിമകൾ ജഡ്ജ് ചെയ്തിട്ട് അതിന് അവാർഡ് കൊടുക്കുന്നു. ഇതൊന്നും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ലേ? താങ്ക് യു. ഇനി മലയാളത്തിന്റെ പ്രിയതാരം ശ്രീ ഹരിശ്രീ അശോകൻ, അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായ ശബ്ദം. കാനെന്ന് പറഞ്ഞപ്പോൾ വേണമെന്ന് പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല. ഉണ്ടായിരുന്നു പണ്ട് കൃഷ്ണന് താടി ഉണ്ടായിരുന്നു. അന്നാണെങ്കിൽ പഠിക്കാൻ ബാർബറില്ലായിരുന്നല്ലോ. കൃഷ്ണന്റെ വേഷത്തെ ഇപ്പം കണ്ടാലും അവിടുത്തെ പട്ടിയലിട്ട് ഓടിക്കും. താഴമ്പൂ മണമുള്ള കടപ്പുള്ള രാത്രിയിൽ തരിച്ചിരുന്നുറങ്ങരുത് സുപ്രഭാതം. അമ്മേ, നമ്മൾ നാട്ടിൽ സോടക്ക് സോഡ എന്നല്ല പറയണേ, പക്ഷെ ദുബായിൽ അങ്ങനെയല്ല. ഷോടക്ക് ഷോട എന്നാ പറയണേ. അമ്പട പൊളിസു പോലെ തൂല്ലേ. താങ്ക് യു. ഇനി മലയാളത്തിന്റെ പ്രിയപ്പെട്ട കുട്ടേട്ടൻ ശ്രീ വിജയരാഘവൻ, അദ്ദേഹത്തിന്റെ ശബ്ദം. അങ്ങ് വാളയാർത്ത് കേരളത്തിലോട്ട് കുത്തരയുള്ള ഒഴുക്ക വർഗീയമാണ് വിത്ത്.
അന്വേഷിച്ച് പിടിച്ചപ്പം എന്നെ വലിയ പുള്ളികള്, ഒന്നൊരു മന്ത്രിയുടെ അളിയൻ, ഒന്നൊരു MLA-യുടെ അനന്തരവൻ, സ്വജാതിയല്ലേ വിട്ടേക്കാന്ന് വെച്ചപ്പം അത് ചത്തിക്കളെ വന്ന് പോയി പണി നോക്കണമില്ലേ എന്ന് ഞാനും പറഞ്ഞു. അവസാനം കാരണം കാണിക്കണമെന്ന്, കാരണം കാണിക്കല്ല, കാരണം കുറ്റി നോക്കി അടി കൊടുക്കാൻ വേണ്ടത് കഴിവണമാരുടെ ചേറായി കളിയാക്കി പുല്ലാളാ പുല്ല് ഒന്ന് പോളാവേ. താങ്ക് യു. പൊളിച്ച്. ഇനി മലയാളത്തിലെ മറ്റൊരു പ്രായമുള്ള താരം, നമ്മുടെ നടൻ ജിഷ്ണുവിൻ്റെ പിതാവ് കൂടിയായിട്ടുള്ള ശ്രീ രാഘവൻ. നിരവധി സീരിയലിലൊക്കെ അദ്ദേഹം ഇപ്പോൾ സജീവമാണ്. അദ്ദേഹത്തിൻ്റെ മിന്നുകെട്ട് എന്ന സീരിയലിലെ ശബ്ദം. പ്രത്യേകം താമസിക്കുന്ന പെൺമക്കളോടൊപ്പം ഒരഭയാർത്ഥിയെ പോലെ കഴിയേണ്ടി വരുന്ന ഒരച്ഛൻ്റെ മനോവേദന ഏതായാലും മനസ്സിലാക്കുന്നില്ല. പുതിയ തലമുറയുടെ പാട്ടും കൂത്തുമൊന്നും എനിക്ക് വശമില്ല, പഴയത് മാത്രമേ അറിയാവൂ. അതുപോലെ എടാ സുധി, എൻ്റെ ഗുരുവായൂരപ്പ, എന്നെ കാത്തുള്ളടേ ഈശ്വര. ഇനി ശബ്ദ നമ്മളുടെ വെള്ളാപ്പള്ളി നടേശൻ സാർ, അദ്ദേഹത്തിൻ്റെ ശബ്ദം പലരും ചെയ്ത് SNDP ശാഖായോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി. അദ്ദേഹത്തിൻ്റെ ശബ്ദം അദ്ദേഹം കണിച്ചുകുളങ്ങരയാണ്. അതിനടുത്താണ് നമ്മളുടെ മുൻ പ്രതിരോധ വകുപ്പ് മന്ത്രി ശ്രീ AK ആൻ്റണി. അപ്പോൾ ഇവിടെ എല്ലാം സ്ലാങ് ഒരുപോലെയാണ്. അപ്പം ഈ നടേശൻ സാറിൻ്റെ ശബ്ദം മോർഫ് ചെയ്ത് AK ആൻ്റണിയിലേക്ക് എത്തുന്നത് അത് നോക്കാം. അതായത് ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തോടെ വാഴുന്ന മാതൃക സ്ഥാനമാണ് നമ്മെ പഠിപ്പിച്ച ശ്രീ നാരായണ ഗുരുദേവൻ്റെ ആപ്തവാക്യം ചെയ്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാഹനം എന്ന് പറഞ്ഞാൽ JCB ആണ്. കാര്യം എന്താ പറയുക, നല്ല മഞ്ഞ കളർ മൂത്ത്, വളരെ പൈശാചികവും വളരെ വ്യക്തിയായി പറഞ്ഞു. ഇന്ത്യ ഈസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആൻഡ് മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. അതായത് ചേർത്തലയിൽ എല്ലാവർക്കും ചിക്കൻ ഗുനിയ വന്നു, എനിക്ക് മാത്രം വന്നില്ല. അപ്പോൾ സോണിയാജിക്കും മൻമോഹൻജിക്കും മനസ്സിലായി എനിക്ക് നല്ല പ്രതിരോധമുള്ള ആളാണ്. അങ്ങനെ തന്നെ പ്രതിരോധ വകുപ്പ് മന്ത്രിയാക്കി. അതാണ് വാസ്തു. നമസ്കാരം. താങ്ക് യു. ഇനി അനുകരണത്തിന് വ്യത്യസ്ത അനുകരണമാണ് എങ്കിലും ഈ താരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായത് സർവ്വമത സംഗമമാണല്ലോ നമ്മുടെ രാജ്യം, നമ്മുടെ ഭാരതം, പ്രത്യേകിച്ച് നമ്മുടെ കേരളം. എല്ലാ നാനാജാതി മതസ്ഥരും ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന ഈ ഭൂമിയിൽ ഞാൻ ഒരു 3 മതങ്ങളിൽ നിന്ന് 3 പേരുടെ ശബ്ദം അനുകരിക്കുകയാണ്. അതായത് ആദ്യം ഒരു ചാക്യാർ, പിന്നെ അത് കഴിഞ്ഞ് മുസ്ലിയാർ, അത് കഴിഞ്ഞിട്ട് ഒരു പാസ്റ്റർ, ഇവരുടെ 3 പേരുടെ ശബ്ദം. ഓക്കെ, ആദ്യമായി ചാക്യാർ. അല്ലതാരാണ് ചാക്കേരാണ് വന്നിരിക്കുന്നത്, മനസ്സിലായില്ലാത്തുണ്ടോ? അല്ലാണ്ട് മാതൃഹസ്തേന ഭോജനം എന്താണ്? മാതാവിൻ്റെ കയ്യിൽ നിന്നുള്ള ഭക്ഷണം. രാജഹസ്തേന കങ്കണം എന്താണ്? രാജാവിൻ്റെ കയ്യിൽ നിന്നുള്ള പട്ടും വളയും. ബ്രഹ്മഹസ്തേന വിധിന് എന്താണ്? ബ്രാഹ്മണൻ്റെ കയ്യിൽ നിന്നുള്ള അറിവ്. ഇത് നമുക്ക് ജീവിതത്തിൽ കിട്ടാവുന്ന ബഹുകേമായിട്ടുള്ള പല കാര്യങ്ങളും. അത് ആരൊക്കെയാണ് ഇരിക്കണത്? സുധീകം എല്ലാം ഉണ്ടല്ലോ, ഉല്ലാസ് പന്തളമുണ്ട്, സതീഷ് കാരക്കേടുണ്ടത്, അശ്വതിയൊക്കെ തീരണത് ഇപോലെ അല്ല. അപ്പോൾ ചാക്കരങ്ങോട് പോട്ടല്ലോ. ഇനി ഒരു മുസ്ലിയാർ. മദീന ഹൈ ക്യാ ഹൈ ഖൈറുൽ വറായേ വ ജന്നത്ത് നഹീ ഹൈ തോ ഫിർ ഔർ ക്യാ ഹൈ. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കണം, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ ആ കർത്തവ്യങ്ങൾ പരിശുദ്ധമായ റമദാൻ മാസത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇബാദത്തുകൾ കൊണ്ട് നമ്മളുടെ ജീവിതം ധന്യമാക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആകാശത്തിന്റെ അനന്ത നീലിമയിൽ നിന്നും അവൻ ഇറങ്ങി വരും താഴേക്ക്. അപ്പൊ നമ്മുടെ രോഗങ്ങളെയെല്ലാം അവൻ ശമിപ്പിച്ചുകൊണ്ട് നമ്മൾ ഹല്ലേലൂയ സ്തോത്രം പാടി അങ്ങോട്ട് പോകുമ്പോൾ അവൻ കടന്നു വരും നമ്മളുടെ അരികിലേക്ക്. ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇരുകരങ്ങൾ നീട്ടിക്കൊണ്ട് നമ്മൾ പറയുമ്പോൾ നമ്മളെ ഹല്ലേലൂയ അപ്പോൾ എല്ലാവരും ഇരുകരങ്ങളും നീട്ടി മുകളിലേക്ക് ഉയർത്തി വിളിക്കൂ. സ്തോത്രം സ്തോത്രം. അടിപൊളി, ഒരു രക്ഷയിലായിരുന്നു അല്ലെ, പൊളിച്ചടുക്കി. ഇനി ബാക്കി അടുത്ത വരവില്ല. അപ്പൊ എന്താ പറയാ, ഒന്നും പറയാനില്ല. അതൊന്നും പറയാനില്ല. അങ്ങനെ പറയാം, അങ്ങനെ പറയല്ലേ. അങ്ങനെയാണ് എല്ലാരും വരുമ്പോ എന്തെങ്കിലുമൊക്കെ പറയും, പക്ഷെ ഞാൻ വന്നപ്പോ ഒന്നും പറയാറിയോ. വെളിയിലോട്ട് ഇറങ്ങട്ടെ പറയാമെന്ന് അവർ ഉദ്ദേശിച്ചത്. അയ്യോ, അങ്ങനെയാണ് അഭിപ്രായം പുറത്തിറങ്ങുമ്പോ പറഞ്ഞപ്പോ നമ്മുടെ കോമഡി മസാലയുടെ ക്രൂ മെമ്പർ ആണ്. അപ്പൊ പിന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പറഞ്ഞാൽ മതിയല്ലോ അല്ലേ? ഇല്ല, ഓരോ സ്റ്റാറും പക്കയായിരുന്നു. അതെ, താങ്ക് യു സുധീന. പെർഫെക്റ്റ് ആയിരുന്നല്ലോ.
യെസ്. നിങ്ങളെല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തില്ലേ? അടിപൊളിയിലായിരുന്നോ? യെസ്. അല്ലേ? ഒന്ന് ആത്മാർത്ഥമായിട്ടൊരു കൈയടിക്കാൻ പോരട്ടെ. ഒന്ന് ശക്തിയായിട്ട് അടിച്ചേ. താങ്ക് യു. ഓക്കെ നിസാം. ഓക്കെ, അപ്പോൾ ഇവിടെ അമൃത ടി വിയുടെ കോമഡി മസാല എന്ന പ്രോഗ്രാമിൽ ഇതുപോലെ ഒരു അതിൻ്റെ പിന്നണിയിൽ നിന്നും മുന്നിലേക്ക് വരുവാൻ വേണ്ടി അവസരമൊരുക്കിയ എല്ലാ പ്രിയമുള്ള സുഹൃത്തുക്കളും, പ്രത്യേകിച്ച് രതീഷ് കാരക്കാട്, തമ്പി സാർ, എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് താൽക്കാലികമായി ഇവിടെ വാങ്ങും. നന്ദി, നമസ്കാരം. താങ്ക് യു. എടി സന്ധ്യേ, ഇല്ല. ഇല്ല, ഞാൻ ഇനി ഇവിടെ വരണില്ല. ഞാൻ പറയുന്നത് കേൾക്കാനാ പറഞ്ഞത്. ഞാൻ നിങ്ങളെ കൂടെ ഇനി ജീവിക്കുന്നില്ല. ഞാൻ പറഞ്ഞു കേൾക്കുന്നത്. എനിക്ക് ബോണസ് കിട്ടിയ പൈസ കൊണ്ട് നമുക്ക് ഹണിമൂൺ ആഘോഷിക്കാൻ പോകണോ വേണ്ടേ? ഞാൻ വരുന്നില്ല. മലേഷ്യയിൽ പോയി നമുക്ക് ആഘോഷിക്കടി. എനിക്ക് സിംഗപ്പൂർ പോകണം. സിംഗപ്പൂർ വരാൻ പറ്റുമെങ്കിൽ നിങ്ങൾ വന്നാൽ. സിംഗപ്പൂരിൽ പോയി മലേഷ്യ പോകാനാ പറഞ്ഞത്. മലേഷ്യയിൽ ഞാൻ വരുന്നില്ല. സിംഗപ്പൂരിൽ പോകാന്ന് പറഞ്ഞേ. ഞാൻ കുടുംബശ്രീന്ന് ലോൺ എടുത്ത് ഞാൻ ഒറ്റയ്ക്ക് സിംഗപ്പൂർ. എന്നാലും ഞാൻ മലേഷ്യ വരും. നീ അങ്ങോട്ട് എവിടെ പോടെ? അവിടെ പരിപാടി നടക്കുന്ന ഫ്ലോർ ആടിയത്. അത് ഞാൻ അതിന്റെ ഇടയിൽ കൂടെ ഞാൻ പൊയ്ക്കോളാം. നിന്റെ ഭർത്താവ് പറഞ്ഞു അവിടെ നിൽക്കാൻ. അയ്യടാ ഭർത്താവ്, നിങ്ങൾക്കെല്ലാം ഇവിടെ എല്ലാ കുറെ ഭർത്താക്കന്മാരൊക്കെ ഇരിപ്പുണ്ട്. അശ്വതിക്കുണ്ട് ഒരു ഭർത്താവ്. അശ്വതിയുടെ ഭർത്താവ് അശ്വതി എങ്ങനെ നോക്കുന്നത് അറിയാമോ? നല്ല തങ്കക്കുടം പോലെയാ നോക്കുന്നത്. ഉല്ലാസണ്ണന്റെ ഭാര്യയെ ഉല്ലാസണ്ണ എങ്ങനെയാ നോക്കുന്നത്? നല്ല താമരപ്പൂ പോലെ. സുധിയണ്ണന്റെ ഭാര്യ സുധിയണ്ണ എങ്ങനെയാ നോക്കുന്നത്? നല്ല പവിഴം പോലെ. അപ്പൊ എന്റെ ഭാഗത്താണ് തെറ്റ്. ഞാൻ മാത്രം ഭാര്യയെ പോലെ കാണുന്നു, മാത്രമല്ല പൂവും കായുമായിട്ട് കാണുന്നു. അപ്പൊ ആരടി യഥാർത്ഥത്തിൽ ഭാര്യയെ പോലെ കാണുന്നത്, സ്നേഹിക്കുന്ന ആരാണ്? ലോക കള്ളനാണ്, ലോക കള്ളൻ. കല്യാണത്തിന് മുമ്പ് നിങ്ങൾ എന്നോട് എന്താ പറഞ്ഞത്? PWD-യിലാണ് നിങ്ങൾക്ക് ജോലിയെന്ന്. ഹോട്ടലിൽ പാത്രം കഴിയുന്ന ജോലിയല്ലേ അമ്മച്ചി? അത് PWD അല്ലയോ? പാത്രം വാഷിംഗ് ഡിപ്പാർട്ട്മെന്റ്. അല്ല, നീ പറയുന്ന PWD അല്ലായിരുന്നു. എന്നെ പറഞ്ഞാ മതി. ഡോക്ടർ, എഞ്ചിനീയർ, കളക്ടർ, എന്തെല്ലാം ആലോചന എനിക്ക് വന്നത്. നിനക്കങ്ങനെ പല ആലോചനയും വരും. അവർക്കൂടെ ആലോചന വരണ്ടേ? അതെ അതെ. ഇപ്പൊ എന്താണ് നിങ്ങളുടെ പ്രശ്നം? എന്താണ് സംശയം? വെളിയിലിറങ്ങാൻ പറ്റില്ല. ഒരു പെണ്ണിനെ പോയി സംസാരിക്കാൻ പറ്റത്തില്ല. ഞാൻ ഈ അപ്പുറത്തെ വീട് ഇത്രയും അടുത്ത് ഈ പരിപാടി നടന്ന് ഞാൻ കാണാൻ പറ്റത്തില്ല. ഈ കൊച്ചോടെ തന്നെ സംശയം. എങ്ങനെ ഞാൻ സംശയിക്കാതിരിക്കും? അപ്പുറത്തെ മീൻകടക്കാരി അവിടെ ശാന്തമ്മക്കാന്റെ 3 മക്കളെണ്ണം കണ്ടിട്ടുണ്ടോ? ശാന്തമ്മക്കാന്റെ 3 മക്കള്, മീൻ കച്ചവടം നടത്തുന്ന ശാന്തമ്മക്കാന്റെ 3 മക്കളെണ്ണം കണ്ടിട്ടുണ്ടോ? ഇതുപോലെ ഇരിക്കും. തയ്യക്കടക്കാരി ലീല. നീ അവിടെ 2 മക്കളെ കണ്ടുണ്ടോ? ഇല്ല. കണ്ടിട്ടില്ലല്ലോ? ഉറപ്പാണല്ലോ? ഉറപ്പായിട്ട് കണ്ടിട്ടില്ലല്ലോ? എനിക്കൊരു നെഞ്ചുവേദന എന്ന് പറഞ്ഞത് കണ്ടാണോ? നിങ്ങൾക്ക് സുഖമില്ല, അസുഖമാണെന്നാ. ആഴ്ചയിൽ എക്സ്റേ പോയി എടുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കേൾക്കൂല. നിങ്ങളുടെ ആരോഗ്യത്തെ കുറിച്ചല്ലേ പറഞ്ഞു? എക്സ്റേ എടുത്ത് നോക്കണ്ടത് നിങ്ങളുടെ കുഴപ്പമല്ലേ? അത് അതിനല്ല പറയുന്നത്. എക്സ്റേ എടുക്കാൻ പറയുന്നത് എന്തിനാണെന്നറിയോ? എന്റെ ഉള്ളിൽ വേറെ പെണ്ണുങ്ങളുണ്ടോന്ന് അറിയാന്, അല്ല എന്റെ അസുഖത്തെ അറിയാൻ വേണ്ടിയല്ല. സത്യം എനിക്കറിയണ്ടേ എന്റെ ഭർത്താവിന് എന്റെ അടുത്ത് സ്നേഹം ഉണ്ടാന്ന് എനിക്കറിയണ്ടേ? നിനക്കറിയണം. നിന്നെ അറിയിച്ചു തരാം. നിങ്ങൾക്കറിയോ, ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ പെണ്ണ് കാണാനായിട്ട് ചെന്നപ്പോഴേ എന്ത് സുന്ദരിയായിരുന്നു. ഈ ഇതിന്റെ സ്വഭാവം ഒന്നും അല്ലായിരുന്നു. എന്ത് സുന്ദരിയാണെന്നറിയോ? ഈ മുടിയൊക്കെ ഇപ്പൊ ഇരിക്കുന്നുണ്ടോ? ഇങ്ങനൊന്നും അല്ലായിരുന്നു. പനംകൊല പോലെ ഇങ്ങനെ എത്താൻ വരെയാണ് മുടിയൊക്കെ. സത്യം. അത് ശരി തന്നെ. അത് നിങ്ങൾ പറയേണ്ട കാര്യമൊന്നുമില്ല. ഈ പഞ്ചായത്തിൽ പനംകൊല പോലെ കൊടുക്കുന്ന ഒരേ ഒരു പെണ്ണ്, തലമുടിയുള്ള പെണ്ണ് ഞാൻ തന്നെയാണ്. അത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. തലച്ചോറിന് പകരം വളക്കൂറുള്ള ചെളി ഉള്ളപ്പോ പിന്നെ ഇത്തരം വളരത്തില്ലേ? കല്യാണ ശേഷമാണ് എനിക്ക് മനസ്സിലായത്. എന്നെ അങ്ങനെ എന്റെ സ്വഭാവത്തിനെ കുറിച്ച് നിങ്ങൾ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട അണ്ണാ. നിങ്ങളുടെ വീട്ടിലെ ഭാര്യ നിങ്ങൾക്ക് ആഹാരം എടുത്ത് എങ്ങനെയാ വിളിക്കുന്നത്? ചേട്ടാ ദാ ആഹാരം എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ എന്റെ ഭർത്താവിനെ ഞാൻ വിളിക്കുന്നത് എങ്ങനെയാ അറിയോ? അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്. ഇങ്ങനെ പാട്ടും പാടിയാണ് അണ്ണാ. ഇത്ര ഇംപ്രസ് ചെയ്താണ് എന്റെ ഭർത്താവിനെ ഞാൻ ആഹാരം എടുത്ത് വെച്ചിട്ട് വിളിക്കുന്നത്. അയ്യോടാ, ഇത്രയും ഇംപ്രസ് ചെയ്ത് പാട്ട് പാടിയൊക്കെ നിങ്ങൾക്ക് ആഹാരം കൊണ്ട് തരുമ്പോൾ അവരെ ഇങ്ങനെ ഇട്ട് വിഷമിപ്പിക്കുന്നത് ശരിയല്ല കേട്ടോ. മിസ്റ്റർ സാർ, നിങ്ങൾ മനസ്സിലാക്കണം. ആ വരികൾ ശ്രദ്ധിച്ചോ സാർ? ശ്രദ്ധിച്ചോ? അയല വറുത്ത തുണ്ട്, കരിമീൻ പൊരിച്ച തുണ്ടല്ല എനിക്ക്. നടുക്കഷ്ണം അവിടെ അച്ഛനും അവിടെ അമ്മയ്ക്കും. എന്റെ അച്ഛനെ കുറിച്ച് കൂടുതൽ പറഞ്ഞാലുണ്ടല്ലോ. എന്റെ അച്ഛൻ USA പോയിരിക്കുന്ന എന്റെ അച്ഛൻ ഇങ്ങോട്ട് വരട്ടെ. എവിടെ പോയാ? USA പോയിരിക്കുന്ന എന്റെ അച്ഛൻ ഇങ്ങോട്ട് വരട്ടെ. കണ്ടോ, ഇത്രയും റിച്ച് ഫാമിലിയിൽ നിന്നാണ് കല്യാണം കഴിച്ചേക്കുന്നത്. അവർ അച്ഛൻ അമേരിക്കയിലാണ്, USA-ലാണ്. ഇയാളെ കിടന്ന് ഇയാളെ അഹങ്കരിക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ അഹങ്കരിക്കേണ്ട കാര്യമുണ്ടോ? USA-ല് നിങ്ങളുടെ അമ്മായി ഇപ്പൊ USA-ല്. നല്ലപോലെ പറയടി.
സത്യം പറയാം 4.5 വർഷം കൂടി ടിവിയുടെ അസുഖം വന്ന് നൂല ചൂട് കിടക്കുന്ന മനുഷ്യനാണ്. അയാൾ പണ്ടം കണ്ട് അണ്ടിയാപ്പീസിൽ പോകുന്നതുകൊണ്ട് ഓസിന് ES എന്ന് മരുന്ന് കിട്ടുന്നു. സത്യം ഇല്ലെങ്കണ്ടല്ലോ ഇവിടെ കുഴിത്ത് കിടന്നാൽ ഇവിടെ തിരിഞ്ഞ് നോക്കത്തില്ല. അത്രക്ക് അഴുക്ക പെണ്ണാണ് ഇവിടെ. സത്യം. എനിക്ക് ഹണിമൂണിന് പോണം. എനിക്ക് സിംഗപ്പൂരിൽ തന്നെ പോണം. ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം എന്താണ്? മറ്റൊന്നുമല്ല സാർ, മിസ്റ്റർ സാർ. എന്താ മറ്റൊന്നുമല്ല. എന്താ വിളിച്ചേ? മിസ്റ്റർ സാർ. ഓ താങ്ക് യു. അത് മറ്റൊന്നുമല്ല, ഈ വരുന്ന ആഴ്ച ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു സാമ്പത്തിക ശേഷി ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഈ ഹണിമൂൺ ഒന്ന് ആഘോഷിക്കാൻ എങ്ങും പോയില്ല. അപ്പൊ ഞാൻ ഇപ്രാവശ്യം നമുക്ക് ഹണിമൂൺ ആഘോഷിക്കാൻ ഞാൻ പറഞ്ഞു മലേഷ്യ പോകാന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ തറ തട്ട് നിൽക്കുകയാണ് സിംഗപ്പൂരിൽ പോകണമെന്ന് പറഞ്ഞു. അത് ശരിയാണോ തെറ്റാണോ? എനിക്ക് സിംഗപ്പൂരിൽ പോയാൽ മലേഷ്യ സിംഗപ്പൂരിൽ പോയാൽ മതി. സിംഗപ്പൂരിൽ പോയാൽ മതി. ഹലോ നിർത്ത്, വഴക്കണ്ട, നിങ്ങൾ വഴക്കുണ്ടാക്കണ്ട. ഹലോ, നിങ്ങളൊന്ന് അടങ്ങ്. എന്ത് വിഷയത്തിൽ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. നിങ്ങൾക്ക് എവിടെയാണ് പോകേണ്ടത്? എനിക്ക് മലേഷ്യ പോകണം. പൊയ്ക്കോ, നിങ്ങൾ മലേഷ്യ പൊക്കോ. അതാണ് നിങ്ങൾക്ക് എവിടെയാണ് പോകേണ്ടത്? എനിക്ക് സിംഗപ്പൂർ പോകണം. പൊയ്ക്കോ, നിങ്ങൾ സിംഗപ്പൂർ പൊയ്ക്കോ. അപ്പൊ വിഷയം തീർന്നല്ലോ. അതുപോലെ വെറുതെ കിടന്ന് വഴക്കുണ്ടാക്കേണ്ട കാര്യമുണ്ടോ? ഇത് ആദ്യം നമുക്ക് തോന്നാത്തടി. ഞാൻ വിചാരിച്ചെന്താണെന്നറിയോ, ഇത് കുടുംബ കോടതിയിൽ ഇത് തീരുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പൊ എന്തായാലും നിസ്സാരമായിട്ട്. അപ്പൊ ഒരു കാര്യം, നീ വീട്ടിൽ പോയിട്ട് നീ സിംഗപ്പൂർ പോയിക്കോ, ഞാൻ മലേഷ്യക്കും പോകുന്നു. നീ എന്ന് വരും? ഞാൻ ഒരു 16-ാം തീയതി 17-ാം തീയതി വാക്കിന് വരും. ഞാനൊരു 19-20 ആവും. കുഴപ്പമില്ല. ശരി എന്നാ ശരി ശരി. അടി നിന്നടി. നീ വന്ന്. നീ സിംഗപ്പൂർ എന്തിനാ പോന്നേ? ഞാൻ ഹണിമൂൺ ആഘോഷിക്കാൻ പോണത്. ഞാൻ മലേഷ്യയിൽ പോകുന്നതിനാണ്. നിങ്ങളും ഹണിമൂൺ ആഘോഷിക്കാൻ പോകുന്നത്. അപ്പൊ നീ സിംഗപ്പൂരും ഞാൻ മലേഷ്യയിൽ നിന്നാൽ എങ്ങനെയാണ് ഈ ഹണിമൂൺ ആഘോഷിക്കുന്നത്? നമ്മൾ രണ്ടും ഒരിടത്തുണ്ടെങ്കിലല്ലേ ഹണിമൂൺ ആഘോഷിക്കാൻ പറ്റും. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമ്മുടെ രണ്ട് ഒരുമിച്ചുള്ള ഒരു അടുത്ത സ്ഥലമുണ്ട്, നമുക്ക് അങ്ങോട്ടൊന്ന് പോയാലോ? അതെവിടെ? നമ്മുടെ വീട്ടിലോട്ട് വാടി. ഇങ്ങോട്ട്. കോമഡി മസാലയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. കൂടുതൽ കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അടുത്ത എപ്പിസോഡിൽ. ടിൽ ദെൻ ഇറ്റ്സ് എ ബൈ ഫ്രം us.